നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ പരാതിയോ പരിഭവമോ ഇല്ലാതെ കഴിവതും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചു. അതിനുവേണ്ടി പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ട്, കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ അതൊന്നും എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ ഇമേജ് സംരക്ഷിക്കാനോ ആയിരുന്നില്ല. ഇത്രയൊക്കെ സഹിച്ചിട്ടും എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഭർത്താവിന്റെ സ്നേഹമോ വിശ്വാസമോ നേടാനും ആയില്ല. പകരം പ്രതിഫലമായി കിട്ടിയത് വിഷം വിളമ്പിയ ഒരുപിടി ആഹാരമാണ്. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല VP ഞാനത് നിരസിച്ചത്. ഒപ്പം പിഴഞ്ഞു വീഴുന്നത് സ്വന്തം ഹൃദയത്തിൽ അത്രമേൽ ഒട്ടിപ്പിടിച്ച് രണ്ടുപേരാണല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാ. ഇപ്പൊ ഇങ്ങനെ ഉത്തരമില്ലാ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി നിൽക്കുന്നതിനേക്കാൾ നല്ലതായിരുന്നല്ലോ അപ്പുവിന്റെ മനസ്സിനൊപ്പം നിൽക്കുന്നത്. എങ്കിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇപ്പൊ ഉദ്ദേശം ക്ലിയർ ആണ്. മോളെ മാറ്റി നിർത്തി എന്നെ പ്രഷർ ചെയ്യുകയാണ് താൻ. ഗുഡ്. പക്ഷെ അത് നടക്കില്ല. അപ്പുവിന്റെ കാര്യത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. പോലീസിനോട് തനിക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോ. ആത്മഹത്യാ ശ്രമത്തിനോ കൊലപാതക ശ്രമത്തിനോ അവർ എന്റെ പേരിൽ കേസെടുത്താലും എനിക്ക് ഭയമില്ല. അതുകൊണ്ടൊന്നും എന്നെ തളർത്താമെന്നോ തോൽപ്പിക്കാമെന്നോ ആരും കരുതണ്ട. എന്താ താൻ ആലോചിക്കുന്നത്? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. VP അങ്കിൾ ഇങ്ങനൊരു അറ്റംപ്റ്റിന് ശ്രമിച്ചു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും എനിക്ക് കഴിയുന്നില്ല. അത് തനിക്ക് മാത്രമല്ലടോ, വിജയങ്ങളുടെ പരിചയമുള്ള ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് സത്യം. എന്നെ സംബന്ധിച്ച് മമ്മി പറഞ്ഞുള്ള അറിവ് മാത്രമേ ആ മനുഷ്യനെക്കുറിച്ച് എനിക്കുള്ളൂ. പക്ഷെ ഡെയ്സി ടീച്ചറിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ചെറുപ്പം മുതൽ പരസ്പരം അറിയാവുന്നവരല്ലേ. വിജയങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് ടീച്ചർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇന്നലെ മിനിമം ഒരു 7-8 തവണയെങ്കിലും വിജയ് തന്നെയാണോ ഇത് ചെയ്തതെന്ന് എന്നോട് ചോദിച്ചു. മുമ്പൊരിക്കൽ അപ്പു അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയപ്പോ അതിന്റെ പേരിൽ അങ്കിളും ആന്റിയൊക്കെ അനുഭവിച്ച ടെൻഷനും സങ്കടമൊക്കെ നേരിട്ട് കണ്ട ആളാ ഞാൻ. എന്നിട്ടും അങ്കിൾ ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ. അതിന് വിജയങ്ങളിനെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല മാളവിക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്കിളിലൊരു മിഥ്യാഭിമാന ബോധമുണ്ട്. എന്താ പറയുക, സ്വന്തം വ്യക്തിത്വത്തെ എല്ലാത്തിനും മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ളൊരു പിടിവാശി. അഭിമാനബോധം വല്ലാതെ അതിരുകടക്കുമ്പോൾ അത് പിന്നെ ദുരഭിമാനമായി മാറും. വിജയങ്ങളിനെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് അത് തന്നെയാവും. സ്വന്തം ഇമേജിന്റെ തടവറയിൽ നിന്ന് പുറത്തേക്ക് വന്ന് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്ക് കഴിയാത്തത് തന്നെയാണ് ബേസിക് പ്രശ്നം. ശരിയായിരിക്കാം. പക്ഷേ ഗീതാന്റെ എന്തിനാ അതിനിങ്ങനൊരു നിലപാടെടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. എന്ത് വന്നാലും അപ്പൂന് ആന്റിയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു എനിക്ക്. അതിന് നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴത്തെ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്കിൽ അങ്ങനെ റിയാക്ട് ചെയ്യാനാവും അവർക്ക് തോന്നിയത്. പിന്നീട് താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. രണ്ടുപേരെയും ഒരിക്കലും ആ വീട്ടിൽ തനിക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ലെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടപ്പോൾ ആ പാവത്തിന് മുന്നിൽ ഇതേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഗീതാൻറ്റി ചെയ്തത് കടന്ന കൈയാണെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷേ അവരുടെ നിസ്സഹായാവസ്ഥ മമ്മി പറഞ്ഞപ്പോഴേ എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത്. എന്തായാലും അപ്പോൾ നമ്മുടെ അടുത്ത് സേഫായിട്ടുണ്ടെന്ന് ആൻറ്റി അറിയിച്ചിട്ടുണ്ട്. അത്രയെങ്കിലും സമാധാനം ആ പാവത്തിന് കിട്ടുമല്ലോ. ഞാൻ ആലോചിക്കുന്നത് അതല്ല മാളവിക. ഇന്നലെ ആ സമയത്ത് അപ്പുവിനെ ഞാൻ അവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ശരിക്കും എന്ത് ചെയ്യുമായിരുന്നു? അതിനെപ്പറ്റി അപ്പുവിനോടൊന്നും ചോദിച്ചില്ല ഡോക്ടർ. അത്ര ഡയറക്റ്റായിട്ട് ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ ആ കുട്ടിയുടെ മുന്നിലുള്ള ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമല്ലോ. ശരിയാ. ചിലപ്പോൾ ഇന്നലെ തന്നെ VP അങ്കിളുടെ ആഗ്രഹം അവളായിട്ട് തന്നെ സാധിച്ചു കൊടുത്തേനെ. ഏതായാലും ഡോക്ടർക്ക് ആ സമയത്ത് അവിടെ എത്തിപ്പെടാൻ തോന്നിയത് ഭാഗ്യമായി.
മമ്മി അത് തന്നെ പറഞ്ഞത്. അപ്പുവിന്റെ കാര്യത്തിൽ എന്താ ഡോക്ടറുടെ ആന്റിയുടെയും തീരുമാനം? അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും ഇപ്പൊ എടുത്തിട്ടില്ല. ഇക്കാര്യത്തില് അപ്പുവിന്റെ അച്ഛന്റെ അമ്മയുടെയും തീരുമാനം എന്താണെന്ന് അറിയട്ടെ ആദ്യം. അവളെ അവിടേക്ക് വിട്ടാൽ VP അങ്കിൾ ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ആ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം എടുത്തതിന് ശേഷം അപ്പുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതിയെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ അതുവരെ അപ്പു അവിടെ... അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പുവിന് എത്ര നാള് വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കാമല്ലോ. മമ്മിക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ താൻ പറഞ്ഞതുപോലെ അപ്പുവിന്റെ വീട്ടുകാരുടെ നിലപാടാണല്ലോ പ്രധാനം. അതെന്താണെന്ന് അവർ വ്യക്തമാക്കുന്നിടം വരെ തൽക്കാലം അപ്പു നമ്മുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ. എന്താടോ, അതല്ലേ നല്ലതാ? തനിക്കെന്ത് തോന്നുന്നു? അതാ നല്ലത്. അപ്പൊ ഇനി എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ പോണം. അത്രേ ഉള്ളൂ? അത് നമുക്ക് മാനേജ് ചെയ്യാം. താൻ വന്നേ, നമുക്കൊരു സ്ഥലം വരെ പോവാം. ഇപ്പോഴോ? എവിടേക്കാ? ആ, അതൊക്കെ ഉണ്ട്, താൻ വാ. എന്താടോ, എന്റെ കൂടെ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേണമെങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ വിളിച്ച് പെർമിഷൻ ചോദിക്കാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും എവിടേക്കാണെന്നൊന്ന് പറഞ്ഞൂടെ? ഇത്തിരി ഷോപ്പിംഗ് ഉണ്ട്. എനിക്കല്ല, അപ്പൂന് വേണ്ടിയാ. ഇറങ്ങുമ്പോ മമ്മി പ്രത്യേകം പറഞ്ഞിരുന്നു, തനിക്കാവുമ്പോ അപ്പൂന്റെ ടേസ്റ്റ് ഇൻട്രസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറിയാലോ. മാക്സിമം ഒരു ½ an hour പ്രോഗ്രാം. താൻ വാ. ആഹാ, ഗീതയോ? വാ. ഇന്നെന്തായാലും ഗീത ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. വാ. ഇരിക്ക. ഗീത തനിച്ചാണോ വന്നത്? വിജയ് വന്നില്ലേ? അപ്പു ഇവിടെ ഉണ്ടെന്ന് ഗീത വിജയോട് പറഞ്ഞോ? ഇല്ല, പറയാൻ തോന്നിയില്ല. ഞാൻ ഊഹിച്ചു. എന്താ അയാളുടെ ഇപ്പോഴത്തെ നിലപാട്? ചെയ്തത് തെറ്റായി പോയെന്നൊരു കുറ്റബോധമുണ്ടോ, അതോ കിട്ടിയ അവസരം നഷ്ടമായതിന്റെ സങ്കടമോ? എനിക്കറിയില്ല ഡേസി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിക്കാറില്ല. കടം കാരണം, അല്ലെങ്കിൽ മക്കൾ ഇഷ്ടമില്ലാത്ത ഒരു പങ്കാളിയെ തെരഞ്ഞെടുത്തതിന്റെ പേരിൽ, അതും അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജാരബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതിന്റെ പേരിൽ കുടുംബമടക്കം ആത്മഹത്യ ചെയ്ത ഒരുപാട് കഥകൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ കാരണം തേടിപ്പോയാൽ അങ്ങനെ ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും വേണ്ടത്ര വിദ്യാഭ്യാസമോ ലോകവിവരമോ ഇല്ലാത്തവരായിരിക്കും എന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ ധാരണ. പക്ഷെ അങ്ങനെ അല്ലാത്തവരും ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിച്ചു കൂട്ടുവെന്ന് എനിക്ക് ഈ അടുത്താ മനസ്സിലായത്. നിങ്ങൾക്കൊക്കെ ഇതെന്താ സംഭവിക്കുന്നത് ഗീത? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഇത്ര ഇടുങ്ങിയ ചിന്താഗതിക്കാരായി പോയല്ലോ. കഷ്ടം തന്നെ. ഉള്ളത് പറയാലോ, ഇങ്ങനെ രണ്ടുപേര് എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് പറയാൻ തന്നെ എനിക്കിപ്പോ നാണം തോന്നുന്നു. എന്റെ ധാരണകൾ മുഴുവൻ തെറ്റായിരുന്നു. പോട്ടെ, തന്നെ കാണുമ്പോ ഇത്രയെങ്കിലും പറയണോന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ അല്പം അതിരുവിട്ട് സംസാരിച്ചത്. ഐ എം സോറി ഗീത. എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ ഡേസി. എത്ര കുറ്റപ്പെടുത്തിയാലും അധിക്ഷേപിച്ചാലും എനിക്കതിൽ പരാതിയോ പിണക്കോ ഒന്നുമില്ല. ഇതിനപ്പുറം ഞാൻ അർഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
പക്ഷേ ഡേസി, നിങ്ങൾ കരുതുന്ന പോലെ എനിക്ക് യാതൊരു മനസ്സറിവും ഉണ്ടായിരുന്നില്ല. VP അങ്ങനെ ഒരു കടുകൈ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാനും അപ്പോ പ്രതീക്ഷിച്ചില്ല. വേസ്റ്റ് ബിന്നിൽ നിന്ന് ആ പോയിസൺ ബോട്ടിൽ കിട്ടുന്നത് വരെ VP പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു. അപ്പുവിന്റെ കാര്യത്തിൽ ഇത്ര വേഗം VPക്ക് മനമാറ്റം ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ. ആദ്യം VPയുടെ തീരുമാനം പോലെ തന്നെ നടന്നോട്ടെ എന്ന് കരുതി മനസ്സുകൊണ്ട് തയ്യാറെടുത്തതാ ഞാൻ. പക്ഷെ ഒന്നും അറിയാതെ എന്റെ അപ്പു അത് കഴിക്കാൻ ഒരുങ്ങുന്നത് കണ്ടപ്പോ എന്റെ നെഞ്ചു പിടഞ്ഞുപോയി ഡേസി. എങ്ങനെയാ ഞാനത് കണ്ടു നിൽക്കേണ്ടത്? ഗീതയ്ക്കെന്നല്ല, മക്കളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരമ്മമാർക്കും അത് കണ്ടു നിൽക്കാനാവില്ല. അവരങ്ങനെ ചെയ്യേവില്ല. അപ്പു ഇനി അവിടെ തുടർന്നാൽ VP ഇതുപോലുള്ള അവിവേകങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു ഡേസി. ആ പേടി കൊണ്ടാ ഞാൻ അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. അപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ അതിന്റെ തെറ്റും ശരിയൊന്നും ഞാൻ ആലോചിക്കാൻ നിന്നില്ല. പക്ഷേ അവൾ അവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞിട മുതല് ഇന്നലെ അപ്പോഴുണ്ടെന്ന് ഡേസി പറഞ്ഞ നിമിഷം വരെ ഞാൻ അനുഭവിച്ച പ്രഷർ എന്താണെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നും ഉറങ്ങിയിട്ടില്ല ഡേസി ഞാൻ ഈ നിമിഷം വരെ. ഗീതയുടെ സങ്കടം എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നിങ്ങളോട് തോന്നിയ ദേഷ്യത്തിന് അപ്പു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കേണ്ടെന്നായിരുന്നു എന്റെയും ജോബിന്റെയും തീരുമാനം. പക്ഷേ ഗീത എന്തുമാത്രം ടെൻഷനിലായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വിവരം ഞാൻ വിളിച്ചു പറഞ്ഞത്. എനിക്ക് അപ്പുവിനെ ഒന്ന് കാണണം ഡേസി. അതിനെന്താ, അപ്പു മുകളിലുണ്ട്. ഗീത പോയി കണ്ടോളൂ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായിട്ടാ വന്നത്. അതും ആകാം. പക്ഷെ ഒരു നിബന്ധന എനിക്കുള്ളൂ. അപ്പുവിനെ ഇവിടുന്ന് ഗീത കൊണ്ടുപോകുന്നത് അവളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി ആയിരിക്കണമെന്ന് മാത്രം. ഗീത പോയി കണ്ടോളൂ, ഞാൻ ചായ എടുക്കാം. അപ്പു, അമ്മ, അപ്പു, അപ്പു. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. അമ്മയോട് ക്ഷമിക്കില്ലേ അപ്പു? അപ്പോഴത്തെ ഒരവസ്ഥയില് അങ്ങനെയൊക്കെ ചെയ്യാനാ എനിക്ക് തോന്നിയത്. അമ്മ എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം വിഷമം തോന്നിയെങ്കിലും പിന്നീട് ശാന്തമായി ആലോചിച്ചപ്പോ അമ്മ ചെയ്തു തന്നെ ശരിയെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ആ വീട്ടിൽ തുടർന്ന അച്ഛൻ എന്നോടുള്ള പകയും ദേഷ്യം കൂടുകയുള്ളൂ. ചിലപ്പോ ഇനി ഇതുപോലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ ആവർത്തിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ പകമൊത്ത അച്ഛൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നിരിക്കും. രണ്ടിലേത് സംഭവിച്ചാലും അതുകൊണ്ട് നശിക്കുന്നത് എല്ലാവരുടെയും ജീവിതം തന്നെയാ. സംഭവിച്ചേക്കാമായിരുന്ന ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് എന്നെയും VPയെ രക്ഷിക്കായിരുന്നു അമ്മ. അതുകൊണ്ട് എന്നെ മാപ്പ് പറച്ചിലും കരച്ചിലും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നിയ ദിവസമായിരുന്നു അത്. ആ സന്തോഷത്തിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മ എന്നെ കൈപിടിച്ചിറക്കി വിട്ടത് ജീവിതത്തിന്റെ ഇരുട്ടിലേക്കാ. ആ ഇരുട്ടിൽ എങ്ങോട്ട് പോണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിന്നപ്പോഴാ ഈശ്വരൻ ഡോക്ടർ ജോബിന്റെ രൂപത്തിൽ എന്റെ മുമ്പിലേക്ക് എത്തിയത്. സംഭവിച്ചതൊക്കെ അയാളോടൊന്ന് ഷെയർ ചെയ്തപ്പോ കിട്ടിയ ആശ്വാസത്തിൽ മനസ്സിൽ ചില വഴികൾ തെളിഞ്ഞു. പക്ഷെ അതൊന്നും അല്ല യഥാർത്ഥ വഴിയെന്നും എന്റെ ജീവിതത്തിൽ ഇനിയും അത്ഭുതങ്ങൾ ബാക്കിയുണ്ടെന്നും അയാൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെ ഏതോ ബസ് സ്റ്റേഷനിലോ റെയിൽവേ സ്റ്റേഷനിലോ അവസാനിക്കാമായിരുന്ന എന്റെ ജീവിതം ഇവിടെ എത്തിച്ചേർന്നു. ഒരു അഭയാർത്ഥിയെ പോലെ ആന്റിയുടെയും മോന്റെയും സൗജന്യം സ്വീകരിച്ച് ഇവിടെ കഴിയേണ്ടി വരുന്നതിൽ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു.
പക്ഷെ എൻ്റെ ആ സംശയങ്ങളും പേടിയും അമ്മയും മോനും അവരുടെ സ്നേഹം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. ഇപ്പൊ ഞാനിവിടെ കംഫർട്ടബിൾ അമ്മേ. നീ അവിടുന്ന് പോയതിനു ശേഷം എന്ത് വേണമെന്നറിയാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. എന്ത് അവിവേകമാണ് ഞാൻ കാണിച്ചതെന്നറിഞ്ഞിട്ടും നിന്നെ അന്വേഷിച്ചിറങ്ങാനോ ആരോടെങ്കിലും സംഭവിച്ചതൊക്കെ പറയാനോ തോന്നിയില്ല. എനിക്ക് എന്നോട് തന്നെയായിരുന്നു ദേഷ്യവും വാശിയും ഒക്കെ. നീ പോയി കുറച്ചു കഴിഞ്ഞ് നിന്നെ അന്വേഷിച്ച് VP കാറെടുത്ത് പുറത്തേക്ക് പോയപ്പോഴും ഉള്ളിൽ ആ ദേഷ്യവും പകയൊന്നും അടങ്ങിയിരുന്നില്ല. VPക്ക് നിന്നെ കണ്ടെത്താൻ സാധിക്കരുതേ എന്ന് പോലും ഞാൻ പ്രാർത്ഥിച്ചു പോയി. എന്തിനു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല. അപ്പോ ഈശ്വരനെ പോലും വെറുതെ പോകുന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോ നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. കൊണ്ടുപോകാനോ? എവിടേക്ക്? അതെന്ത് ചോദ്യാ? നമ്മുടെ വീട്ടിലേക്ക്, അല്ലാതെ എവിടെയാ? സോറി, ഞാൻ വരുന്നില്ല അമ്മ. ഇപ്പൊ അത് എന്റെ വീടല്ലാതായിരിക്കുന്നു. ഇവിടെ ഞാൻ ഹാപ്പിയാ. ഈ സന്തോഷം എത്ര നാളുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ആ വീട്ടിലേക്ക് ഞാൻ വരുന്ന കാര്യം സംശയം. ഞാൻ ഇനി അവിടേക്കില്ലമ്മേ. അമ്മയും VPയും കൂടെ അവിടെ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചോ. അപ്പോ നീ എന്തൊക്കെയായി പറയുന്നേ? അതിന് ഞങ്ങൾക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനില്ലാതെ നിങ്ങൾക്ക് എന്ത് സുഖവും സന്തോഷവും എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? വേണ്ടമ്മ, അത്തരം ക്ലീശയൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ആ വീട്ടിൽ ഇല്ലാതിരിക്കുന്ന തന്നെയാ നിങ്ങൾക്ക് നല്ലത്. അപ്പോ എന്തായി? അമ്മയും മോളുമായിട്ടുള്ള പിണക്കൊക്കെ മാറിയോ? ദാ ചായ കുടിക്ക. അപ്പോ നിന്നെ കൊണ്ടുപോകാൻ ഗീത വന്നത്. നീ എന്തു പറയുന്നു? പോകുന്നുണ്ടോ അമ്മയ്ക്കൊപ്പം? ഞാൻ എന്റെ തീരുമാനം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അവള് എന്റെ ഒപ്പം വരുന്നില്ലെന്ന് ഡേസി പറയുന്നേ. അപ്പുവിന്റെ മറുപടി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഗീതയോട് പറഞ്ഞില്ലേ? അവളുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. അവളിവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കോ ജോബിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്കപ്പോ ഒരു കൂട്ടാ. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞോളാം, അല്ലേ അപ്പോ? എന്നുവെച്ച് ഞാനിവളെ ചുമ്മാതൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ഗീത വിഷമിക്കണ്ട. അപ്പൂനെ എപ്പ കാണുമെന്ന് തോന്നിയാലും ഗീതയ്ക്കും വിജയ്ക്കും ഇവിടെ വരാലോ. തൽക്കാലം ഇവൾ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യാൻ ഹോസ്റ്റലിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി രണ്ടാളും, അല്ലേ അപ്പൂ? അപ്പൂനെ ഒന്ന് കണ്ടാ കൊള്ളാൻ തോന്നുന്നുണ്ടോ എനിക്ക്? അതെങ്ങനെ മനസ്സിലായി? ഞാനൊരു ഡോക്ടറല്ലേ, അതുകൊണ്ട് അല്പസ്വല്പം മനഃശാസ്ത്രമൊക്കെ വശമുണ്ട്. അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയ കാര്യം. എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഇത്ര കൃത്യമായി ഊഹിച്ചു പറയുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ചിരിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യം. അപ്പൂനെ ഒന്ന് വന്ന് കണ്ടാലോന്ന് ഇപ്പൊ കൂടി ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. അതിലിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? തനിക്ക് തന്റെ ഫ്രണ്ടിനെ കാണണമെന്ന് തോന്നിയാ ആ നിമിഷം വന്ന് കാണണം, അല്ലാതെ വേറെന്താ? നമുക്കെന്നാ നേരെ വീട്ടിൽ വിടാം. അപ്പൂനെയും കണ്ട് ഡേസി ടീച്ചറുമായിട്ട് കുറച്ചു നേരം കത്തി വയ്ക്കാം. എന്തു പറയുന്നു? ആഗ്രഹമില്ലാതൊന്നുമില്ല, പക്ഷെ ഇപ്പൊ വേണ്ട. എന്താ? ഇപ്പൊ അപ്പൂനെ കാണാൻ വന്നാ ഞാൻ ചിലപ്പോൾ ഇമോഷണലായി പോവും. പിന്നെ സീനൊക്കെ ബോറാവും. അത് പണ്ടും അങ്ങനെയായിരുന്നു. അവൾ ഒരിടത്തും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല. സ്കൂളിലും കോളേജിലൊക്കെ സ്പോർട്സ് ഡേ വരുമ്പോൾ അവളെക്കാളും ടെൻഷൻ എനിക്കാ. ഒരിക്കലൊരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഫൈനലില് അപ്പൂന്റെ ടീം പിന്നിട്ട് നിൽക്കുന്ന കണ്ട് ഞാൻ തലകറങ്ങി വീണിട്ടുണ്ട്. ചിരിക്കണ്ട, ഞാൻ സത്യാ പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർ അവളോട് ചോദിച്ചു നോക്ക്. മാച്ച് ജയിച്ചതിനേക്കാളും അവൾക്ക് സന്തോഷം എന്റെ ആ ബോധം കെട്ടുള്ള കിടപ്പ് കണ്ടിട്ടായിരുന്നു. പിന്നീട് എല്ലാരും കൂടി അതിന്റെ പേരിൽ എന്നെ എത്ര ദിവസം കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയോ? ഏതായാലും ഇനി ഇങ്ങനെ ബോധം കെടാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കൂടെ ഒരു ഡോക്ടർ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ വേണമെങ്കിൽ കൂട്ടുകാരിയെ കാണാൻ വന്നോളൂ. ഞാൻ വരുന്നുണ്ട്. ഏതായാലും ഇന്ന് വേണ്ട.
ഈ ഡ്രസ്സൊക്കെ ആര് സെലക്ട് ചെയ്തു എന്ന് അപ്പു ചോദിച്ചാ ഡോക്ടർ എന്ത് പറയും? താൻ സെലക്ട് ചെയ്തു എന്ന് പറയും.